ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാവരും വരും, എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ, എല്ലാവരും ഒരുമിച്ച് പോകൂ, എല്ലാവരും പുസ്തകം തുറക്കൂ, എല്ലാവരും ഒരുമിച്ച് എഴുതൂ, ഇങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ. അതുപോലെ ഈ എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് എവ്രി വൺ എന്നുള്ളത്. നമ്മൾ ഒരുപാട് സെന്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ എവ്രി വൺ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എല്ലാവരും എന്ന് പറയുന്നത് കൊണ്ട് ഇത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനും ഇതുപോലെയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സെന്റൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് പഠിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഒരുപാട് ഉപയോഗമുള്ള സെന്റൻസുകളാണ്. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ. എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ നമ്മൾ പറയാറുള്ളതാണ്, നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് എവ്രി വൺ എന്ന് യൂസ് ചെയ്യാം. എവ്രി വൺ കം ആൻഡ് ഈറ്റ്. എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്നാണ്, അതായത് എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കൂ എന്നുള്ളതാണ് എവ്രി വൺ കം ആൻഡ് ഈറ്റ്. ഇവിടെ രണ്ട് വെർബ് പറയുന്നത് കൊണ്ട് തന്നെ കം ആൻഡ് ഈറ്റ് എന്ന് പറയാം. ഇനി എല്ലാവരും ഇവിടെ ഇരിക്കൂ എന്ന് പറയുകയാണെങ്കിലോ, എല്ലാവരും ഇവിടെ ഇരിക്കൂ, എവ്രി വൺ ഇവിടെ ഇരിക്കൂ എന്നാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ സെന്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ പൊളൈറ്റ് ആയി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാട്ടോ. എല്ലാവരും അത് കാണുക. അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സെന്റൻസ് പറയാനായിട്ട് പറ്റും. എവ്രി വൺ സിറ്റ് ഹിയർ. എവ്രി വൺ സിറ്റ് ഹിയർ. എല്ലാവരും ഇവിടെ ഇരിക്കൂ. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ടീച്ചേഴ്സ് ഒക്കെ പറയാറുള്ളതാണ്, എല്ലാവരും പുസ്തകം എടുക്കൂ, എല്ലാവരും പുസ്തകം എടുക്കൂ. പുസ്തകം എടുക്കുക, ടേക്ക് യുവർ ബുക്സ് എന്ന് പറയാം അല്ലെ. എവ്രി വൺ ടേക്ക് യുവർ ബുക്സ്. എവ്രി വൺ ടേക്ക് യുവർ ബുക്സ്. എല്ലാവരും നിങ്ങളുടെ പുസ്തകം എടുക്കൂ. ഇനി ടീച്ചേഴ്സ് പറയുന്നതാണ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ, പേ അറ്റൻഷൻ ഹിയർ എന്നാണ്. എവ്രി വൺ പേ അറ്റൻഷൻ ഹിയർ. എവ്രി വൺ പേ അറ്റൻഷൻ ഹിയർ. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് വായിക്കൂ. ടീച്ചർമാർ പറയാറുണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് വായിക്കൂ. എവ്രി വൺ റീഡ് ടുഗദർ. ഒരുമിച്ച് വായിക്കൂ, റീഡ് ടുഗദർ. എവ്രി വൺ റീഡ് ടുഗദർ. അപ്പൊ എവ്രി വൺ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കോമ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സെന്റൻസ് പറയാനായിട്ട്. എവ്രി വൺ റീഡ് ടുഗദർ. ഓക്കെ, ഇനി എല്ലാവരും പുറത്തു പോകൂ പറയാറുണ്ടല്ലോ. എല്ലാവരും പുറത്തു പോകുമ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് എല്ലാവരും പുറത്തു പോകൂ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ എവ്രി വൺ ഗോ ഔട്ട്. എവ്രി വൺ ഗോ ഔട്ട്. എല്ലാവരും പുറത്തു പോകൂ. നെക്സ്റ്റ്, ഇപ്പം ഒരു വേദിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ഷണിച്ചു വരുത്തിയ ഒരു വ്യക്തി നമ്മളോടൊപ്പം പ്രസംഗിക്കാനോ അങ്ങനെയുള്ള ഒരു ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വേദിയിലുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് അല്ലെ. അപ്പോ എല്ലാവരും ഇരിക്കൂ എന്ന് നമുക്ക് പറയണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പറയാം. ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇരിക്കൂ, എവ്രി വൺ സിറ്റ് ഡൗൺ. എവ്രി വൺ സിറ്റ് ഡൗൺ. ഇനി എഴുന്നേൽക്കൂ എന്നാണെങ്കിൽ എവ്രി വൺ സ്റ്റാൻഡ് അപ്പ് എന്നും പറയാം കേട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂ. എങ്ങനെ പറയാ? എവ്രി വൺ ലിസൺ കെയർഫുള്ളി. എവ്രി വൺ ലിസൺ കെയർഫുള്ളി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂ. അപ്പൊ എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവ്രി വൺ യൂസ് ചെയ്യുന്നത്. ഇനി എവ്രി വൺ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈസ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഈസ് യൂസ് ചെയ്യുന്നത്? എവ്രി വൺ എന്നുള്ളത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അവിടെ ഒരിക്കലും പ്ലൂറൽ അല്ല. അതുകൊണ്ട് ഈ ഈസാറം വരുന്ന സിറ്റുവേഷനിൽ ഇപ്പം എല്ലാവരും അകത്തുണ്ട്, എല്ലാവരും അകത്തുണ്ടെന്ന് പറയുമ്പോൾ എവ്രി വൺ ആർ ഇൻസൈഡ് എന്ന് പറയാൻ പാടില്ല. എവ്രി വൺ ഈസ് ഇൻസൈഡ് എന്നാണ് പറയേണ്ടത്, ആർ ഇൻസൈഡ് എന്നല്ല കേട്ടോ. അതുപോലെ എല്ലാവരും ഇവിടെയുണ്ട് എന്ന് പറയാറുണ്ടല്ലോ, എല്ലാവരും ഇവിടെയുണ്ട്. എവ്രി വൺ ഈസ് ഹിയർ. എവ്രി വൺ ഈസ് ഹിയർ എന്ന് പറയണം. ഇനി എല്ലാവരും സന്തോഷത്തിലാണ്. എങ്ങനെ പറയാ? എവ്രി വൺ ഈസ് ഹാപ്പി. എല്ലാവരും ദുഃഖത്തിലാണെന്ന് പറയേണ്ടത് എങ്ങനെ ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ദുഃഖത്തിലാണ്, അതെങ്ങനെ പറയും? ഓക്കെ,
അതുപോലെ തന്നെ എല്ലാവരും റെഡിയാണെന്ന് പറയാറുണ്ട് അല്ലെ. എല്ലാവരും റെഡിയാണ്. എവ്രി വൺ ഈസ് റെഡി. എവ്രി വൺ ഈസ് റെഡി എന്ത് സിമ്പിൾ ആണല്ലേ. നെക്സ്റ്റ് എല്ലാവരും വീട്ടിലുണ്ടെന്ന് പറയാറുണ്ട് അല്ലെ. എല്ലാവരും വീട്ടിലുണ്ട്. എവ്രി വൺ ഈസ് അറ്റ് ഹോം. അപ്പൊ വെക്കേഷൻ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. എവ്രി വൺ ഈസ് അറ്റ് ഹോം. എന്താണ് ഇതൊക്കെ? നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ട്. എവ്രി വൺ ഈസ് അറ്റ് ഹോം. ഓക്കെ. എല്ലാവരും തിരക്കിലാണ്. എങ്ങനെ പറയാം? എല്ലാവരും തിരക്കിലാണ് എങ്ങനെ പറയും എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആയി. എല്ലാവരും ദുഃഖത്തിലാണ്, എല്ലാവരും ബിസിയാണ് എന്ന് പറയുന്നത് എങ്ങനെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മൾ എല്ലാവരെയും ക്ഷണിച്ചു വീട്ടിലേക്ക്. ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ട് നമ്മൾ എല്ലാവരോടും ചോദിക്കുക, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ അല്ലെ. ഇതെല്ലാവരുടെ വീട്ടിലും ചോദിക്കാറില്ല. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ? എങ്ങനെ ചോദിക്കുക? കിട്ടിയോ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് എവ്രി വൺ, ഇവിടുത്തെ സബ്ജക്റ്റ് എവ്രി വൺ എന്നുള്ളതാണ്. ഡിഡ് എവ്രി വൺ ഗെറ്റ് ഫുഡ്? ഗെറ്റ് കിട്ടുക. ഡിഡ് എവ്രി വൺ ഗെറ്റ് ഫുഡ്? എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ? ആർക്കെങ്കിലും ഭക്ഷണം വേണം? ഇവിടെ പറയുന്നത് ആർക്കെങ്കിലും എന്നാണ്. അപ്പൊ anyone എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡസ് anyone want food? Does anyone want food? ആർക്കെങ്കിലും ഭക്ഷണം വേണോ? ആരെല്ലാം ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ആരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. Who all ate? Who all ate? ആരെല്ലാം ഭക്ഷണം കഴിച്ചു? ഇത് നമ്മൾ ആരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ who has eaten? Who has eaten? ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കാം കേട്ടോ. ഇനി ആർക്കാ ഭക്ഷണം വേണ്ടത്? ഇങ്ങനെയും ചോദിക്കാറുണ്ടല്ലോ. ഇനി ആർക്കാ ഭക്ഷണം വേണ്ടത് എങ്ങനെ ചോദിക്കും എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ്. അപ്പൊ എവ്രി വൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. എല്ലാവരും വന്നോ, എല്ലാവരും ഇരുന്നോ, എല്ലാവരും പോയോ, എല്ലാവരും ഉറങ്ങിയോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാവരും റെഡിയാവുകയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ എവ്രി വൺ യൂസ് ചെയ്യും. എവ്രി വൺ യൂസ് ചെയ്യുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് നമ്മൾ സെന്റൻസുകളിൽ നമുക്ക് ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. നമ്മൾ സിംഗുലർ ആയിട്ടാണ് അതിന്റെ ഓക്സിലറി ഒക്കെ വരുന്ന സമയത്തും സിംഗുലർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഈ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയുള്ളൂ. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണം ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. നിങ്ങളുടെ ഡൗട്ടുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഞാൻ ചെന്ന സെന്റൻസും കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. വെർബ് പഠിക്കൽ മസ്റ്റ് ആണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ചാനലിൽ ഒരുപാട് വെർബുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.